ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഇന്ന് നടന്നിട്ടുള്ള +2 സോഷ്യോളജിയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യനെ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചതുപോലെ തന്നെ ആൻസർ എനി 9 ക്വസ്റ്റ്യൻ ഫ്രം 1 to 10 ഈച്ച് ക്യാരീസ് ഓൺ സ്കോർ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വായിക്കുന്നുണ്ട്. ഹു കോൾഡ് അപ്പോൺ ദ മീഡിയ ടു ഫങ്ഷൻ ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാരാണ് എന്ന് ആഹ്വാനം ചെയ്തത് വേറെ ആരുമല്ല, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ 1 എ ആണ് ആൻസർ. ദെൻ രണ്ടാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. ദ ഫസ്റ്റ് മോഡേൺ മാസ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ്. ആദ്യ ബഹുജന മാധ്യമ സ്ഥാപനം ആരംഭിച്ച് എന്തിൻ്റെ വികാസത്തോടു കൂടിയാണ്? അച്ചടി യന്ത്രത്തോടെ. 1440 നമ്മൾ പഠിച്ചാണ്. 1440 ഗുട്ടൻബർഗ്, ജോനാസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം സ്ഥാപിച്ചതോടുകൂടിയാണ് മാസ് മീഡിയയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തുടക്കം കുറിച്ചത്. നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താം. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് റെഫേഴ്സ് ടു ദ മിക്സിംഗ് ഗ്ലോബൽ കൾച്ചർ വിത്ത് ലോക്കൽ കൾച്ചർ. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരം ഇടകലരുന്ന പ്രക്രിയയാണ് ഗ്ലോക്കലൈസേഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളതാണ്. ദെൻ നാലാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് എംഫസൈസ് ദ ഗ്ലോറി ഓഫ് ആര്യൻ പീരിയഡ്. ആര്യ കാലഘട്ടത്തിൻ്റെ മഹിമയ്ക്ക് ഊന്നൽ നൽകിയത് ഇവരിൽ ആരാണ്? ജ്യോതിറാവ് ഫുലെ അല്ല, വീരേശലിംഗ് അല്ല, വിദ്യാസാഗർ അല്ല, ബാലഗംഗാധർ തിലകാണ് ആൻസർ. ബാലഗംഗാധർ തിലക് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ജ്യോതിബ ഫുലെ ഹു സ്റ്റാർട്ടഡ് ഫസ്റ്റ് സ്കൂൾ ഫോർ വുമൻ. മോഡൽ എക്സാമിന് പൂനെയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ആരംഭിച്ചത് ആര് എന്ന് മോഡൽ എക്സാമിന് ചോദിച്ചു. അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു. ജ്യോതിബ ഫുലെ ഹു സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഫോർ വുമൻ. ജ്യോതിബ ഫുലെ വനിതകൾക്ക് ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് പോകണം എന്ന് പറയുന്നത്. ഇതേ ചോദ്യം മുമ്പ് ചോദിച്ചതാണ്. ആറാമത്തെ ചോദ്യം വീണ്ടും റിപ്പീറ്റ് അടിച്ചതാണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണെന്നാണ്. ഓക്കെ, ഹൂ ഈസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഡോക്ടർ BR അംബേദ്കർ. ആൻസർ തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, അഗ്രസീവ് യുവാനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റി ഈസ് കോൾഡ്. എന്താണ്? മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അക്രമോത്സുകത സങ്കുചിതമാണ്. ഡാഷ് ഏതാണ്? വർഗീയതയാണ്. കമ്മ്യൂണലിസമാണ് ആൻസർ. ദെൻ എട്ടാമത്തെ ചോദ്യം, ഫാമിലി ദാറ്റ് പാസ് ഓൺ ദ പ്രോപ്പർട്ടി ഫ്രം മദർ ടു ഡോട്ടർ. കുടുംബസ്വത്ത് മാതാവിൽ നിന്ന് മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം കുടുംബങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഏതാണ്? മാട്രിലീനിയൽ ഫാമിലി അഥവാ മാതൃദായക കുടുംബം. മാട്രിലീനിയൽ ഫാമിലീസാണ് ഉത്തരം. ദെൻ ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് റെഫേഴ്സ് ടു ദി പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് ഹെൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് വൺ ഗ്രൂപ്പ് ടുവേർഡ് അനദർ. ഒരു സംഘത്തിലെ അംഗങ്ങൾ മറ്റു വിഭാഗക്കാരെക്കുറിച്ച് മുൻധാരണകൾ, ഓക്കെ, മനോഭാവങ്ങളെ ആണ് ഡാഷ് എന്ന് പറയുന്നത്. ഇതിൽ പറയപ്പെടുന്ന പേരാണ് മുൻവിധികൾ, പ്രജുഡീസ്. ഓക്കെ, പ്രജുഡീസ് അതിൽ നമ്മൾ പ്രയർ നോളജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദെൻ പത്താമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ നോൺ സ്റ്റേറ്റ് ആൻഡ് നോൺ മാർക്കറ്റ് പാർട്ട് ഓഫ് ദി പബ്ലിക് ഡൊമൈൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഗെറ്റ് ടുഗദർ വോളണ്ടിയർലി ടു ക്രിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ. പൊതുമണ്ഡലത്തിന് ഭാഗമായിട്ടുള്ളതും വ്യക്തികൾ ഒന്നു ചേർന്ന് സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിക്കുന്നതിനെയാണ് രാഷ്ട്രീയതര വിപണിയേതര മേഖലയാണ് നമ്മൾ പറയുന്നത്. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന പൗരസമൂഹമാണ് ആൻസർ പത്താമത്ത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ 9 മാർക്കിനാണ് നമ്മൾ എഴുതിയത്. ഈ 9ൽ 9 കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 9ൽ 9 കിട്ടിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് സാധാരണ വരുന്നത് പോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെ ഒക്കെയാണ് വന്നിട്ടുള്ളത്.
ഒന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നോക്കി പോകണം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് സെക്സ് റേഷ്യോ എന്നുള്ളത്. 1000 പുരുഷന്മാർക്ക് അല്ലേ, സ്ത്രീ പുരുഷ അനുപാതം എന്നാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ല. സ്ത്രീ പുരുഷ അനുപാതം രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ കുറേ ആശയങ്ങൾ, ജനസംഖ്യാപരമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മരണനിരക്ക് എന്താ, ജനന നിരക്ക് എന്താ, വളർച്ചാ നിരക്ക് എന്താ, മാതൃലിംഗം 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ള കണക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം ഡോമിനൻ്റ് ക്ലാസ്സാണ്. ഡോമിനൻ്റ് ക്ലാസ് പ്രബല ജാതി എന്നത് ഉദാഹരണ സഹിതം. ഓക്കെ, ഉദാഹരണം നമുക്ക് യാദവാസ്, റെഡ്ഡിമാർ, ആന്ധ്രയിലുള്ള റെഡ്ഡിമാർ, മറാഠികൾ, മഹാരാഷ്ട്രയിലെ മറാഠ, ഇതൊക്കെ ഉദാഹരണമാണ്. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും മേൽക്കോയ്മയുള്ള ജാതികളെയാണ് പ്രബല ജാതി എന്ന് പറയുന്നത് അല്ലേ. സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ഡോമിനൻ്റ് ആയിട്ടുള്ള കാസ്റ്റുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രബല ജാതി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ അതിന് ഉദാഹരണം യാദവാസ് ചെയ്ത, കമ്മാസ് ചെയ്ത, അതുപോലെ തന്നെ റെഡ്ഡിമാർ ചെയ്ത, മറാഠകൾ ചെയ്ത. ഓക്കെ, ദെൻ അടുത്തത് 13ാമത്തെ ചോദ്യം സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെയാണ്, ഒഴിവാക്കുന്നതിനെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്, സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ 14ാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വന്നിട്ടുള്ള ഒരു തിയറിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന ആശയം കൊണ്ടുവന്നിട്ടുണ്ട്. ശാസ്ത്രീയ മാനേജ്മെൻറ്റ് ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളത് പറയുന്നത്. ദെൻ 15ാമത്തെ ചോദ്യം വീണ്ടും ബഹുജന വിനിമയങ്ങൾ. ഇത് മാസ് കമ്മ്യൂണിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ മാസ് കമ്മ്യൂണിക്കേഷൻ? മാസ് മീഡിയ എന്നുള്ള അത് തന്നെ, ഒരേ സമയം കൂടുതൽ ആൾക്കാരിലേക്ക് ആശയവിനിമയം നടത്തുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ എഴുതിയ 2 മാർക്കായി. ഇനി 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾ. വസ്തുവൽക്കരണം, കമ്മോഡിഫിക്കേഷൻ അല്ലേ, ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് കൺസെപ്റ്റ് കമ്മോഡിഫിക്കേഷൻ, സൂട്ടബിൾ എക്സാമ്പിൾ. നമ്മൾ പറയും ഒരു കാലത്ത് സാധാരണ വിപണിയിൽ ലഭ്യമാകാത്ത സാധനം, അത് റെഗുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ പിന്നീട് അത് എന്താവുന്നു, അത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സാധനമായിട്ട് മാറുന്നത് ആണെന്ത്, ചരക്കുവൽക്കരണം അല്ലെങ്കിൽ വസ്തുവൽക്കരണം എന്നൊക്കെ പറയും. കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം വെള്ളം. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് പൈസയും മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഇപ്പോൾ അത് പണം കൊടുത്ത് വാങ്ങുന്ന ഒരു രീതി വന്നിട്ടുണ്ടല്ലോ അല്ലേ, അതിനെയാണ് നമ്മൾ വസ്തുവൽക്കരണം എന്ന് പറയുന്നത്. ബഹുജന മാധ്യമ വിനിമയ രംഗത്ത് വളർച്ചയുടെയും വികസനത്തിനും പ്രധാന തലങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് 14ാമത്തെ പാഠത്തിൽ നിന്നാണ്. മാസ് മീഡിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 14ാമത്തെ പാഠമാണ്. എന്താണ് മാസ് മീഡിയ? 1440 എന്ത് വന്നു, അച്ചടി യന്ത്രം കണ്ടെത്തി അല്ലേ, അച്ചടി യന്ത്രം കണ്ടെത്തി. അതോടുകൂടി പ്രിൻറ്റിംഗ് മേഖല വന്നു. പിന്നെ റേഡിയോയുടെ കണ്ടുപിടുത്തമാണ് 920കളിലാണ് റേഡിയോ കണ്ടെത്തുന്നത്. വർത്തമാനകാര്യങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. 1959 നമ്മൾ ടെലിവിഷൻ വരുന്നത്. 82 അതുപോലെ തന്നെ നമ്മുടെ കളർ TV, അതായത് ടെലിവിഷനിൽ തന്നെ മറ്റുള്ള, അപ്പോൾ ആ രീതിയിലാണ് എഴുതേണ്ടത്. ദെൻ കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. എന്താണ് മാർക്കറ്റൈസേഷൻ? ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ മാർക്കറ്റൈസേഷൻ വിത്ത് എന്താണ് എക്സാമ്പിൾ. കമ്പോളവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ അത് ചർച്ച ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമിനെങ്കിലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക്, ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും മറ്റുള്ള രീതിയിലുള്ള ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം
ഒരു 5-6 വർഷത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മാർക്കറ്റൈസേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഉദാരവൽക്കരണത്തിൻ്റെ മറ്റൊരു പേരാണ് കമ്പോളവൽക്കരണം. എന്നാൽ നമുക്ക് 3 മാർക്കിനാണ് എഴുതേണ്ടത്. വിപണികൾ ഉപയോഗിച്ച് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് മാർക്കറ്റൈസേഷൻ്റെ ഒരു ഭാഗമാണ്. സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക, അതുപോലെ തന്നെ വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിക്കുക, വേതനങ്ങൾക്കും വിലകൾക്കും മേലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ മാറ്റുക എന്നൊക്കെയാണ് മാർക്കറ്റൈസേഷൻ്റെ കംപ്ലീറ്റ് മാർക്കറ്റിനെ അതായത് ഇതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഹോം ബേസ്ഡ് വർക്ക് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി എക്കോണമി സ്യൂട്ടബിൾ സബ്സ്റ്റാൻഡേർഡ്. ഹോം ബേസ്ഡ് വർക്ക് ഇതിൽ നിന്ന് നമുക്ക് 3 എഴുതാനുള്ളൂ. ഹോം ബേസ്ഡ് വർക്ക് നമ്മുടെ ഗാർഹിക അടിസ്ഥാനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുടിൽ വ്യവസായം, ഇതെല്ലാമാണ് അതിൻ്റെ ഒരു കീഴിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല കൃഷിയാണ്. പക്ഷേ കാർഷിക മേഖലയിൽ നിന്ന് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോം ബേസ്ഡ് വർക്കുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ഒരു 1, 2, 3 കുടുംബങ്ങൾ ചേർന്ന് അവർക്ക് സ്ഥിരമായിട്ടുള്ള ജോലി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ദെൻ ആഗോളവൽക്കരണത്തിൻ്റെ മാനങ്ങൾ 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം ആഗോളവൽക്കരണത്തിൻ്റെ മാനങ്ങളാണ്. 20ാമത്തെ ചോദ്യം 3 ക്വസ്റ്റ്യന് 5 മാർക്ക് വീതമാണ് ഗ്ലോബലൈസേഷൻ എന്നുള്ള പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിവിധ ഡയമെൻഷൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്. 2ാമത് ചോദിച്ചിട്ടുള്ളത് സാമൂഹ്യശാസ്ത്രം, സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. 3ാമതായിട്ട് അതിൽ ചോദിച്ചിട്ടുള്ളത് മതനിരപേക്ഷത, സെക്യുലറൈസേഷനും അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷനും പാശ്ചാത്യ ഇന്ത്യൻ, അതിൻ്റെ ഒരു കാര്യമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചേരുംപടിയുണ്ട്. അപ്പോൾ 23 എന്തായാലും ഓക്കെ, 3 5 മാർക്ക് വീതമുണ്ട്. ആ 5 മാർക്ക് വീതം നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ആഗോളവൽക്കരണം വെച്ചാണ് നമുക്ക് എഴുതാം. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ആഗോളവൽക്കരണം? മാൻ, അതുപോലെ തന്നെ മെറ്റീരിയൽ, അതുപോലെ തന്നെ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഗുഡ്സ്, ഇതെല്ലാം ഒരു ലിമിറ്റില്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പ്രവഹിക്കുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത് 980 കൂടിയാണ്. 990 ന്യൂ എക്കണോമിക് പോളിസി പ്രകാരം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആഗോളവൽക്കരണം രൂപമായിട്ടുണ്ട്. ഓക്കെ, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, ജനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ ദേശാതിർത്തി കടന്നിട്ടുള്ള പ്രവാഹമാണ് എന്നുള്ളതാണ്. ഓക്കെ, ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളാണ്, ഡയമെൻഷൻസാണ്. ഉദാരവൽക്കരണം, സാമ്പത്തിക നയം, അതുപോലെ തന്നെ രാജ്യാന്തര കോർപ്പറേഷനുകൾ, ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ഭാരരഹിത സമ്പദ് വ്യവസ്ഥ, ജ്ഞാന സമ്പദ് വ്യവസ്ഥ, ധനകാര്യ. ഓക്കെ, ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആയിട്ട് പറയുന്നത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള ഭാവന, അതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പിന്തുണയുണ്ടാവും. പ്രയർ നോളജിന് എതിരാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇതിൽ കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. 1ാമത്തെ പാഠത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്യുലറൈസേഷൻ എന്നുള്ള ആശയത്തിൻ്റെ പാശ്ചാത്യ ഇന്ത്യൻ അർത്ഥതലങ്ങൾ വേർതിരിക്കുക. അതായത് മതനിരപേക്ഷത എന്നുള്ളത് പാശ്ചാത്യ ആശയം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷനാണ്. മതത്തെ രാഷ്ട്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒതുക്കി നിർത്തുന്നതാണ് പാശ്ചാത്യ ആശയം. അതായത് മതം എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. ഗവൺമെൻറ് ആ കാര്യങ്ങളിൽ ഇടപെടാതെ നിൽക്കുക എന്നുള്ളതാണ് വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറൈസേഷൻ. ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തെയും ഒരേപോലെ കണക്കാക്കുക. അത് ഇൻക്ലൂഷനാണ് ഇൻക്ലൂഷനാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലെയും ഒരുപോലെ
അല്ലേ, നിയമങ്ങൾ ഒരുപോലെ എല്ലാവർക്കും ബാധകമാക്കുന്നതാണ്. വെസ്റ്റേൺ ടൈപ്പ് ഓഫ് സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ കാര്യങ്ങളിൽ രാഷ്ട്രം തീരെ ഇടപെടില്ല എന്നുള്ളതാണ് വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറൈസേഷൻ എന്നുള്ളത്. ദെൻ അടുത്ത് ചേരുമ്പടിയാണ് ഒന്നാം പിന്നോക്കവർഗ കമ്മീഷൻ, കാക്ക കലേക്കർ കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാം പിന്നോക്കവർഗ കമ്മീഷൻ BP മണ്ഡൽ. ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുള്ളത് രാജാറാം മോഹൻ റോയ്. സത്യശോധക സമാജം സ്ഥാപിച്ചിട്ടുള്ളത് ജ്യോതിറാവ് ഫുലെ. ദെൻ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ഇതാണ് മാച്ച് ദ ഫോളോയിങ്. എന്തായാലും ഇതിനുള്ള 5 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ്. ഈ 5 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.